നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ച് ഇ.ഡി. സാം പിത്രോഡയുടെ പേരും കുറ്റപത്രത്തിലുണ്ട്. ഡൽഹി റൌസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വിനീത വി.ജി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, രാഹുലിന്റെയും സോണിയയുടെയും പേര് കുറ്റപത്രത്തിൽ, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ഇത് എപ്പോൾ കോടതി പരിഗണിക്കും വിനീത? ആദ്യമായാണ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേര് ഒരു കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തി സമർപ്പിച്ചിരിക്കുന്നത്. ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ അന്വേഷണം നടത്തി വരികയായിരുന്നു. ഈ നാഷണൽ ഹെറാൾഡിന്റെ മാതൃസ്ഥാപനമായ AJL യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട അതിന് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കലുണ്ടെന്നും ഒപ്പം തന്നെ അതിന് പിന്നിൽ വഞ്ചന, അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നേരത്തെ തന്നെ പരാതി ഉണ്ടായിരുന്നു. ഈ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഇവരുടെ സ്വത്തുവകൾ അടക്കം കണ്ടുകെട്ടുന്ന നടപടിയുമായി ഇ.ഡി. മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കുറ്റപത്രത്തിലാണ് രാഹുൽ ഗാന്ധിയുടെയും ഒപ്പം തന്നെ സോണിയാഗാന്ധിയുടെയും പേരുകൾ ചേർത്തിട്ടുള്ളത്. ഒപ്പം സാം പിത്രോയുടെ പേരും ഈ കുറ്റപത്രത്തിൽ ചേർത്തിട്ടുണ്ട്. കോടതി ഈ കേസ് ഈ മാസം 25-ന് പരിഗണിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ആദ്യമായാണ് സോണിയയുടെയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെയും പേര് ഇത്തരമൊരു കേസിൽ കുറ്റപത്രത്തിൽ ചേർത്തത് സമർപ്പിച്ചിരിക്കുന്നത്. ശരി, ഈ മാസം 25-നായിരിക്കും കോടതി ഇത് പരിഗണിക്കുക.